വെറുതെ ആണോ സൂപ്പർ ഓർക്കസ്ട്ര നമ്മൾ പേരൊക്കെ ഇട്ടേക്കുന്നത് അല്ലേ സ്പോട്ടില്? അല്ല ഇപ്പൊ എന്തായാലും കൂട്ടിൽ നിന്ന് ആ ഒരു പാട്ടിന്റെ ബീജാണല്ലോ ഇവര് വായിച്ചത്. അതെ അതെ. പാട്ടൊന്ന് കേൾക്കാൻ പറ്റും, ഒരു കൊതി. പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്ന തൊടുത്ത വാനം നോക്കി കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. താങ്ക് യു സൂപ്പർ ഓർക്കസ്ട്ര. ശരത് സർ, എന്തോ മഞ്ജരി ചേച്ചി ഇന്ന് വെറൈറ്റി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടാണ് വന്നത്. സോ ആ കോസ്റ്റ്യൂം കാണുമ്പോ സാറിന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഓർമ്മ വരുന്നുണ്ടോ? ഒരു വട്ട് പിടിച്ച ക്യാരക്ടർ എനിക്ക് ഓർമ്മ. അതിന്റെ കൂടെ പൊരിച്ച കോഴിയുടെ മണവും. നമ്മുടെ കിലുക്കത്തിലെ രേവതി ചേച്ചിയുടെ ക്യാരക്ടർ. ചേച്ചി ഒന്ന് സ്റ്റേജിലേക്ക് വന്ന് വാ. ശരത് സർ, അപ്പൊ കറക്റ്റ് ആ ഒരു ക്യാരക്ടർ ആ രേവതി ചേച്ചി അതിൽ ഇടുന്ന പോലത്തെ ടൈപ്പ് ഒരു കോസ്റ്റ്യൂം. അല്ലറ ചില്ലറ വട്ടുമുണ്ട്. എന്റെ അങ്കമാലിയിലെ അമ്മാവനാ അത്. അതാണോ പ്രധാനമന്ത്രി? അങ്കമാലിയിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞ? പ്രധാനമന്ത്രി. ഒറ്റയടി കാരണം കുട്ടി. ഓക്കെ ചേച്ചി, നമുക്ക് ആ ഒരു സീൻ ഒന്ന് കാണണം. ഞാനോ ചെയ്യാനോ? ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാൻ? ശങ്കരൻ തമ്പി, എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ?
கட்டணம் போட்டி கட்டணம் சொன்னா வாடா எங்க கட்டட சிங்க கட்டட சும்மா இருடா ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி வாக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக் லாக் തെരുവും ജാക്ക. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ ഹിന്ദി റെട്രോ റൗണ്ടിലേക്ക്. ഓക്കെ, പാടാൻ വരുന്നു ശിവനന്ദ. तूने नहीं जाना, मैंने नहीं जाना, तूने नहीं जाना, तेरे मेरे बीच में कैसा है ये बंधन अनजाना। एक डोर खींचे रोजा दौड़ा चलाए, कच्चे धागे में बंधा चला आए, ऐसे जैसे कोई हो, ऐसे जैसे कोई दीवाना, ऐसे जैसे कोई दीवाना। मैंने नहीं जाना, तूने नहीं जाना, तेरे मेरे बीच में कैसा है ये बंधन अनजाना। ओहो, அப்படியா? आहा, जैसे सब समझ गए। पहनूंगी मैं तेरे हाथों से कंगना, पहनूंगी मैं तेरे हाथों से कंगना, जाएगी मेरी डोली तेरे ही अंगना, चाहे कुछ कर ले, हाँ चाहे कुछ कर ले ज़माना, चाहे कुछ कर ले ज़माना। मैंने नहीं जाना, तूने नहीं जाना, तेरे मेरे बीच में कैसा है ये बंधन अनजाना। ஏய், நீ ரொம்ப அழகா இருக்க. रुम्बा? ये रुम्बा रुम्बा क्या है?
तूने नहीं जाना परवाले ये நல்லா பாடுற क्या तुम तेरे मेरे बीच में तेरे मेरे बीच में कैसा है ये बंधन अनजाना कैसा है ये बंधन अनजाना कैसा है ये बंधन अनजाना क्या बात है, വെരി നൈസ്. ശിവനന്ദ ചേച്ചി സൂപ്പർ. എടാ സഞ്ജയ് ഒത്തില്ലല്ലേ? സാരല്ല പോട്ടെ. നീ എന്തൊക്കെയോ ഒന്ന് പറയുന്നു, അവക്കൊന്നും മനസ്സിലാവുന്നുമില്ല. തമിഴ് അറിയണം അപ്പം മനസ്സിലാവും. ഏ തമിഴ് അറിയാം അപ്പം മനസ്സിലാവും. തമിഴ് അറിയുമ്പോ ഇത് മനസ്സിലാവും. ഡുവറ്റ് റൗണ്ട്. ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു ഇനി ഇത് ഡുവറ്റ് റൗണ്ട് ആണോ എന്ന്. സഞ്ജയ് വന്നിട്ട് പെർഫോം ഒക്കെ ചെയ്യുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടാ. താങ്ക് യു. ഓക്കെ, ചോദിക്കാം. ചേച്ചി സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു കോൺഫിഡൻസ്, ഉഗ്രൻ കോൺഫിഡൻസ്, പൊളിച്ചു പാടി, ഉഗ്രൻ. താങ്ക് യു മാം. പിന്നെ എനിക്ക് അതിലാ നമ്മുടെ സഞ്ജയ് നല്ല സപ്പോർട്ടായിരുന്നു. സഞ്ജയ് അതെ. വളരെ Thank you. കൂളായി പോയി നിന്ന് ആ ഡയലോഗ് പറഞ്ഞു. ശിവനന്ദ ആ ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം നോക്കിയിട്ട് പൊക്കോ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ കൂളായി അവന്റെ അടുത്ത് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ചെയ്തതുകൊണ്ട് സൂപ്പറായി പാടി, മനോഹരം. അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട്. ആ സമയത്ത് പടവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതേപോലെ ഈ പാട്ട് എപ്പോഴും പാടിയാലും നമ്മൾ അതൊരു ഹിന്ദി മലയാളം അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു പാട്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്, ഫാന്റാസ്റ്റിക് പിക്ചറൈസേഷനും എല്ലാം. നമ്മുടെ ഓർക്കസ്ട്രയും പൊളിച്ചടുക്കി സൂപ്പറായിട്ട് വായിച്ചു. മോളുടെ സിംഗിങ്ങിൽ എന്താ പറയുക, ഒരു ക്ലീൻ സിംഗിങ് ആയിരുന്നു. ആള് ടോട്ടലി ഡിഫറെൻ്റ് ആയി. ശബ്ദം അങ്ങ് തുറന്നു. ഉഗ്രൻ സിംഗിങ്. പെട്ടി തുറക്കാതെ വയ്യ, ഏ പെട്ടി തുറക്കാതെ വയ്യ. പെട്ടിയെടുത്ത് വാ ചേച്ചി. ചേച്ചി ഇഷ്ടപ്പെട്ടു? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഭയങ്കര മാറ്റം. സോ പ്രൗഡ് ഓഫ് യു മോളെ. താങ്ക് യു മാം. ഓക്കെ, ശരത് സർ. ശിവനന്ദ, സാർ ബ്യൂട്ടിഫുൾ സോങ്, വണ്ടർഫുൾ സെലക്ഷൻ. ഇതിന്റെ രണ്ടും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ, എനിക്ക് ആകെ ഉള്ള ആദ്യത്തെ ആലാപിന്റെ ഈ സിംഗപ്പേഷൻ എന്തിനാ മാറ്റുന്നത്? ഈ സിംഗപ്പേഷൻ മാറ്റി പാടി അതിന് ക്ഷമ ചോദിച്ചിട്ട് അതൊന്ന് പാടി കേൾപ്പിക്കും. സോറി സാർ. ഇറ്റ്സ് ഓക്കെ. ആ, ഇതിപ്പോ അതിന്റെ എൻഡ് വേറെ എന്താണ് പാടുന്നത്, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഏകദേശം സിംഗപ്പേഷൻ കറക്റ്റാണ്. അപ്പൊ ആദ്യം എന്ത് പറ്റി? വേറെ എന്തോ വലിച്ചു വാരി പാടിയിട്ട് മാറിപ്പോയത്. അത് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് മാത്രം മനസ്സിലാക്കുക. ഞാനത് പറഞ്ഞത് ബാക്കിയെല്ലാം അതിമനോഹരമായിരുന്നു. താങ്ക് യു സാർ. ആ സഞ്ജയ് എന്ത് ഇങ്ങോട്ട് അടുത്തോട്ട് വരാത്ത? ഇയാൾക്ക് വലിയ പ്രേമമാ. എന്താ ഇതിന് അതിനകത്ത് പോയി നിൽക്കുന്ന പല്ല് അടുപ്പിച്ചില്ല തെറ്റില്ല സാർ. കാമുകി. അടുപ്പിക്കുന്നില്ല? പഠിപ്പിച്ചില്ല. അടുപ്പിച്ചില്ല. അതാ ഒത്തില്ല, ചമ്മിപ്പോയി. അതാ ആണോ? തിരിച്ചു പോയത്. അതെ, പക്ഷെ സഞ്ജയ് സൂപ്പറായിട്ട് ചെയ്തു. താങ്ക് യു. സഞ്ജയ്ക്ക് ഇപ്പൊ കൊറേ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. Oh, no. ഇതിപ്പോ ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ സഞ്ജയ്. അവനൊരു റിഹേഴ്സലായി. അവനങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതെ അതെ അതെ. വന്ന് എന്താ ഓഹോ അപ്പടിയാ എന്നിട്ട് ரொம்ப ശിവനന്ദ എന്തോ അഴകാ. പറയുന്നുണ്ട്. നീ ரொம்ப അഴകാ ഇருக்கு. ശിവനന്ദ എന്തോ പറഞ്ഞു. അതിന് റിയാക്ട് ചെയ്യാൻ സഞ്ജയ്ക്ക് സമയമൊന്നുമില്ല. അതെ. I'm cool, I'm chill. ரொம்ப നീയില്ലെങ്കിൽ ரொம்ப എനിക്ക് വേറെ എന്നൊക്കെ. ரொம்ப ரொம்ப क्या है എന്ന് പറഞ്ഞപ്പോ क्या അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നു. അങ്ങോട്ട് തിരിഞ്ഞാൽ പോയി പണിയൊക്കെ എന്ന് പറഞ്ഞിട്ട് അയ്യോ, ഇതൊക്കെയാലും വണ്ടർഫുൾ വണ്ടർഫുൾ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. ശിവനന്ദ സാർ അസലായിട്ട് പാടി. താങ്ക് യു സാർ. ഈ ഒരു പാട്ട് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മോള് ഓൾമോസ്റ്റ് 100% എത്തിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. പിന്നെ ആദ്യത്തെ ആ ഒരു ഹമ്മിങ് കൂടെ കറക്റ്റ് ആയിരുന്നെങ്കിൽ ആക്ച്വലി നമ്മൾ 3 പേരും അങ്ങോട്ടേക്ക് വന്നേ. ഓശോ. കാരണം ഇപ്പൊ ഈ പെട്ടി തുറക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ 100-ൽ 100 അതെ അല്ലെങ്കിൽ 10-ൽ 10 10.5 മാറ്റ് തങ്കം എന്നൊക്കെ നമ്മൾ പറയും. അതെ. ഓഫ്. ഹോറിബിൾ യാർ. ഞാൻ ആക്ച്വലി ഈ പാട്ട് ഇത്ര ഭംഗിയായിട്ട്
ഒരു റിയാലിറ്റി ഷോയിലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെ അതെ ഉറപ്പായിട്ടും ഉഗ്രനായിട്ട് പാടും. ഉഗ്രനായിട്ട് പാടും. ആ ഒരു ആലാപം കൃത്യമാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചേനെ അവിടെ. ഞങ്ങളെ 3 പേരെയും കൂടെ ഒരുമിച്ച് അവിടെ കണ്ടുകൂടായിരുന്നു. അതെ ശിവനന്ദ സാർ വിഷമിക്കണ്ട, ഇപ്പൊ മഞ്ചേരി വന്നല്ലോ, അതെ. ഞങ്ങളും വരാം. ഓ तेरे मेरे बीच में कैसा है ये बंधन എന്തായാലും മാർക്കിലേക്ക് പോവാം. ആ. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക 9.8. താങ്ക് യു സർ. സൂപ്പർ. ശരത് സർ 9.7. താങ്ക് യു സർ. ചേച്ചി അത് രണ്ടിലും ഏതോ ഒന്നാണിത്. 8.1. ഓക്കെ, സോ ടോട്ടൽ 19.5. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഹിന്ദി റെട്രോ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, Yes, yes. അപ്പൊ ഡ്യുവറ്റ് റൗണ്ടിൽ വന്ന് തകർത്തു പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് വരാൻ പോകുന്നത്. ആരത്? ലെറ്റ്സ് വെൽക്കം ശിവാനി. അടിപൊളി. കസ്തൂരി. അതെ, जवानी जाने मन हसीन दिल रबा मिले तो दिल जवान निसार हो गया जवानी जाने मन हसीन दिल रबा मिले तो दिल जवान निसार हो गया शिकारी खुद यहाँ शिकार हो गया ये क्या सितम हुआ ये क्या जुल्म हुआ ये क्या गज़ब हुआ ये कैसे कब हुआ न जानू मैं न जाने वो आहा जवानी जाने मन हसीन दिल रुबा मिले दो दिल जवान निसार हो गया शिकारी खुद यहाँ शिकार हो गया ये क्या सितम हुआ ये क्या जुल्म हुआ ये क्या गजब हुआ ये कैसे कब हुआ न जान मैं न जाने वो ओहो
दिल जवा निसार हो गया शिकार खुद यहाँ शिकार हो गया ये क्या सितम हुआ ये क्या जुल्म हुआ ये क्या खसफ हुआ ये कैसे कब हुआ न जानू मैं न जाने वो ഓഹോ നൈസ്. നാലാം സമ്മാനം നേടുന്ന സൂപ്പർ സ്റ്റാർ വിജയെ കാത്തിരിക്കുന്നത് ഫൈൻ ഡേ ഹോംസ് നൽകുന്ന 1,00,000 രൂപ. 5ആം സമ്മാനം നേടുന്ന സൂപ്പർ സ്റ്റാർ വിജയെ കാത്തിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ ക്യാപ്ചേഴ്സ് നൽകുന്ന 50,000 രൂപ സമ്മാനം. ശിവാനി ചേച്ചി സൂപ്പർ. താങ്ക് യു. ശിവാനിയുടെ എനർജി പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് പോയപ്പോഴേക്കും മുടി ഇത്രയും വളർന്നു നിനക്ക്. ഓഹോ ശിവാനിയുടെ ന്യൂ ഹെയർ സ്റ്റൈൽ ഒറിജിനലാണോ ശിവാനി? ആ സർ. ആണോ? അല്ലേ? ആ സർ. ഞാൻ ആ ചോദ്യം തിരിച്ചെടുത്തു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ചേച്ചി യെസ് പെറു. എങ്ങനെയുണ്ടായിരുന്നു ശിവാനിയുടെ പെർഫോമൻസ്? ശിവാനി ചേച്ചി കണ്ണടയൊക്കെ മാറ്റി വെച്ച ഒരു പുതിയ ലുക്കില് സ്റ്റൈലായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ആദ്യം തന്നെ ആ എഫേർട്ടിനൊരു വലിയ കൈയടി. താങ്ക് യു. ആ ഡാൻസും സ്റ്റെപ്സും എല്ലാം കലക്കി. പിന്നെ ഒരു ശരിക്കൊരു ഡിസ്കോ പോലെ തന്നെ ഫീൽ ചെയ്തു. നമ്മുടെ ഇവിടുത്തെ ഗ്രാഫിക്സും ലൈറ്റ്സും എല്ലാം പൊളിച്ചടുക്കി. സൂപ്പർ. ഓർക്കസ്ട്ര നിങ്ങൾ കിടിലോസ്കികളായിരുന്നു. സൂപ്പറായിരുന്നു. മോളെ എന്ത് പറ്റി ഇടയിൽ? ആ ഗസബ് മുതൽ അങ്ങോട്ട് ഒരു കൺഫ്യൂഷൻ അടിച്ചു. കൺഫ്യൂഷൻ അല്ല, അത് ഫസ്റ്റിലും ഗസബിന്റെ പ്രശ്നം. രണ്ടാമത്തേലും ആദ്യത്തേലും വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ നനനനനനയായി. ഞാൻ വെച്ചു ശരത് സാറിന്റെ പാട്ടായിരിക്കും. അതിലോട്ട് ഫുൾ നനനനയായിരുന്നു. അതൊരു കണക്ഷൻ അങ്ങോട്ട് പോയപ്പോ പിന്നെ അത് അതാ ഫ്രേസ് അങ്ങ് പാടി അങ്ങനെ തീർക്കാന്ന്. പക്ഷെ അത് അങ്ങനെ ആലോചിച്ച് തീർത്തത് നന്നായി. കാരണം അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ ഒരു ഓളം അങ്ങ് പെട്ടെന്ന് ഇല്ലാണ്ടായി പോയനെ. അത് മോൾ അഡ്ജസ്റ്റ് ചെയ്തു അവിടെ. എനിക്ക് തോന്നിയത് ഓക്കെ, എന്തായാലും ആദ്യം ഡീറ്റെയിൽസ് പറയൂ. ഇത് നമക് ഹലാൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ പാട്ടാണ്. ബപ്പി ലഹരി സാറാണ്. ബപ്പി ലഹരി സാറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അഞ്ചാൻ സാറാണ് ലിറിക്സ്. ആശാ ഭോസ്ലെ മാം ആണ് പാടിയത്. ആശാജി ഒരു എക്സ്പ്രഷൻ ക്വീനാണ്. എന്തുമാത്രം ഓഹോ. അതിലൊക്കെ ഒരുപാട് പല പല ഭാഗത്തും പല രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അത് മോളെ നന്നായിരുന്നു. ആ എക്സ്പ്രഷൻസ് ഒക്കെ നല്ലോണം പിക്ക് ചെയ്തു. ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ആ ലിറിക്ക് മറന്നുപോയതാണ് എനിക്ക് ഒരു വലിയ വിഷമായത്. അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. അവിടെ ആ കൺഫ്യൂഷൻ വന്നപ്പോഴത്തേക്ക് ശിവാനിയുടെ റിലേ ഔട്ടായി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ അവിടെയാണ് എൻ്റെ മൈൻഡ് സ്റ്റക്കായി പോയത്. ജവാനി ജാനെ മൻ അത് കുറച്ച് വല്ലാണ്ട് മോള് ഒതുക്കിയ പോലെ തോന്നി ചില സ്ഥലങ്ങൾ. ആദ്യമൊക്കെ നല്ല എൻട്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചുകൂടി ഓപ്പൺ ആവേണ്ട ഒരു സ്ഥലങ്ങളിലൊക്കെ വോയിസ് കുറച്ചൊന്ന് അടച്ച പോലെ തോന്നി. അതായിരുന്നു കുറച്ചുകൂടി ഓപ്പൺ ആവായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ്. അതർവൈസ് നൈസ് ടാ, സൂപ്പർ നൈസ് കുട്ടാ, ഐ ലൈക്ഡ് ഇറ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ, ശിവാനി കണ്ണട ഇട്ടിട്ടില്ലല്ലേ? ഇല്ല. എനിക്ക് അതുകൊണ്ട് ശിവാനിയെ കാണാനും പറ്റുന്നില്ല. ശിവാനി ഒരു രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. ഇതൊക്കെ എന്നെ കാണാമോ? എവിടെ എന്നെ നോക്കി ദുഷ്മൻ എന്ന് പറഞ്ഞു, ചോട്ടി ചകടാന്ന്. അപ്പൊ ഈ ഗുരുത്വദോഷം കാണിക്കുമ്പോൾ അടുത്ത് അങ്ങ് പോയി കയ്യിൽ നിന്ന് പിന്നെ നന്നെ എന്റെ പാട്ട് തന്നെ പാടേണ്ടി വന്നു. ഇതാടി ദൈവം എന്ന് പറഞ്ഞ ആള് മേളിൽ നിൽപ്പുണ്ട്. അമ്മ വായി നോക്കി നിൽക്കുകയല്ല അദ്ദേഹം. നീയൊക്കെ ഇത് ചെവി നുള്ളി ഇട്ടു. ആ പല്ലവി ഒന്ന് പാടിക്ക. ജവാനി ജാനെ മൻ ഹസീന ദിൽറുബാ മിലേ തോ ദിൽ. ആ ബായിക്ക് അത്ര ബഹളം വേണ്ട. അത്രേ ഉള്ളൂ. അവരുടെ അതിന് ബാബാ ബ്ലാക്ക് ഷീപ്പാ. അതിന്റെ ആവശ്യമില്ല. അത് ഡിമാൻഡ് ചെയ്യുന്നുമില്ല. അത് ഭയങ്കര ഓടായിട്ടിരുന്നു അത് പാടിയപ്പോ. പിന്നെ അതുപോലെ അറിയാവോ അത് അതിന് ശേഷം വരുന്ന ഓ കോ അത് ഏതാ നോട്ട്? ആ 2 നോട്ടാണ്. അതിനൊരു ക്ലാരിറ്റി വേണം. ചിലപ്പോൾ അത് നേരെയാന്നിരിക്കുന്നു, അല്ലാത്തപ്പോ മണമണാന്നിരിക്കുന്നത്. എല്ലാം പാടുന്നൊരു ക്ലാരിറ്റി വേണം കേട്ടോ. പിന്നെ ഞാൻ വിഷമിച്ചേരി ദുഷ്മൻ അതോടെ അപ്പം ഞാൻ ഇങ്ങനെ ആക്കി. അപ്പൊ എല്ലാം ലഭിക്കും. ഞാൻ ചിരിക്കുകയായിരുന്നു.
അതൊക്കെ അങ്ങനെ തന്നെ വേണം. അത് മോശമായി ഗുരുത്വദോഷം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ വേറെ എത്ര ഇരിക്കുന്നു ഇവിടെ പാച്ചുവിനെ നോക്കി ചെയ്യേണ്ട ശത്രു മിത്രമായി എന്നാണ് സർ. അതൊക്കെ നന്നായി. അപ്പൊ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം അതാ ആ ഒരു പാട്ടിന്റെ ഒരു സോളില്ലേ, ഇത് ആരാണ് ചെയ്തത്? ബപ്പി ലഹരി സർ. അദ്ദേഹത്തിന് സംഗീതത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്, എന്താണെന്നറിയാമോ? ഓർണമെന്റ്സ്. സ്വർണം. അദ്ദേഹത്തിന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന് 50 കിലോ ആക്കി 150 കിലോ സ്വർണം അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ട്. കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഏത് ഫോട്ടോ? ഗൂഗിളിൽ നോക്കിയായിരുന്നു ആരാന്ന്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിനെ കാണാൻ? വണ്ണോണ്ടായിട്ട്, ബാൾഡായിട്ട്. അല്ല അതിൽ കൂടുതൽ ഡീറ്റെയിൽ വേണ്ട, കാണാൻ ഇഷ്ടപ്പെട്ടോ? കട്ടിയുള്ള മാലയൊക്കെ ഇട്ടിട്ട്. അത് മുഖത്തിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. വട്ടമുഖം. വട്ടമുഖം. പിന്നെ ഞാൻ പൊട്ടമുഖം എന്നാ കേട്ടത്. പിന്നെ അല്ല, കാണാൻ രസമുണ്ടോ? അദ്ദേഹത്തിനെ കാണാൻ നല്ല ക്യൂട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വട്ടമുഖം എന്ന് പറഞ്ഞാല് അതാ വട്ടമുഖം ഉള്ളവരെ കാണാൻ ഭംഗിയാണ്. പൊട്ടമുഖം. ഇതുപോലെ തന്നെ ഇത്രയും സ്വർണ്ണിട്ട് നടക്കുന്ന തമിഴ്നാട്ടിലൊരാളുണ്ട്, മനോ സർ. ശിവാനി സർ. ഞാൻ ശിവാനിയിൽ കാണുന്നത് ഒരു ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. കാരണം ഫസ്റ്റ് ടൈം വന്ന ശിവാനിയും ഇപ്പം ഇവിടെ വന്ന് ഈ പെർഫോം ചെയ്യുന്ന ശിവാനിയും തമ്മിൽ ഒരു ഭയങ്കര വ്യത്യാസം, ആകാശം ഭൂമി വ്യത്യാസം കാണുന്നുണ്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ നവഖലാൽ? ഇല്ല. ഇല്ല, ഇത് കാണണം കേട്ടോ. സൂപ്പർ ഹിറ്റ് പടമാണ് നവഖലാൽ. പിന്നെ ശിവാനി ഭയങ്കര സ്റ്റേജ് പ്രസൻസ് ആണ് ഇപ്പം കേട്ടോ. ആ സ്റ്റേജ് കയ്യിലെടുക്കാനുള്ള ഒരു ഭയങ്കര കഴിവ് ഇപ്പൊ ശിവാനിക്ക് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പാട്ടും വേണം കേട്ടോ. അത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഡിക്ഷനൊക്കെ മഞ്ജരി പറഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളൊന്നും വലിയ അപകടം സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിനിടയിൽ ശരത്തേട്ടന്റെ കമ്പോസിഷൻ വന്നത് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി, ആശ്ചര്യത്തിലാഴ്ത്തി. ഞാൻ പക്ഷെ ആ ഒരു പോർഷനാണ് എഫേർട്ട് ഇട്ട് പഠിച്ചത് സത്യം പറഞ്ഞു. അതൊന്ന് കറക്റ്റ് വരാൻ വേണ്ടിട്ട് അത് പോയപ്പോ അതുകൊണ്ടായിരിക്കും ചിലപ്പം അവിടെ തന്നെ സാറ് പ്രാഗീതാണോ സാർ? ഉറപ്പായിട്ടും. വളരെ മോശം. അപ്പൊ അത്രേ ഉള്ളൂ മോളെ. സിംഗിങ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ 8.7 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക 8.6. താങ്ക് യു ഷാനിക. ചേച്ചി ശിവാനി നല്ല മാർക്സ് ഗാനക്കൂടത്തിലിടുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.3. താങ്ക് യു. വിഷമമായോടാ നിനക്ക്? ഒരിക്കലുമില്ല. ഇല്ല അല്ലേ? എന്നാ നമുക്ക് ഒന്നിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങളെന്നാ പോവാട്ടോ. രാത്രിയായി, 9 മണിയായി. ഞങ്ങളും പോവാണ്. നിങ്ങളും പോവാല്ലേ? എല്ലാരും പോവാറായി. ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്.